അസ്സലാമലൈക്കും. വലൈക്കും സലാം. സലാങ്ക ശരി. പിന്നെന്തൊക്കെ സലാങ്ക വിശേഷങ്ങളൊക്കെ? അൽഹംദുലില്ലാഹ്, അങ്ങനെ പോകുന്നു. ഞാൻ നമ്മളെ പിരിവായിട്ട് ഇങ്ങനെ വന്ന സലാങ്ക പ്രാവശ്യം നിങ്ങൾ എഴുതണ്ട. അതെന്താ മോനെപ്പ അങ്ങനെ? സലാങ്ക നിങ്ങളോട് ദേഷ്യമോ വെറുപ്പൊന്നും ഉണ്ടായിട്ടല്ല. ഇതിപ്പോൾ നിങ്ങളെ തരുമ്പോൾ ഇതിൻ്റെ ഒരു കമ്മീഷൻ നിങ്ങൾക്ക് പോകില്ലേ? അതിലും നല്ല എനിക്ക് നേരിട്ട് കൊടുക്കുന്നതല്ലേ. മോനെ, ഇങ്ങനെന്തോ കിട്ടിയിട്ട് വേണ്ടേ ഞങ്ങൾ പോലത്തോട് ജീവിച്ചു പോകാൻ? അത് പറയരുത് സലാങ്ക. നിങ്ങളെ മോൻ മുനീർ ഇപ്പം നല്ല മെച്ചത്തിലല്ലേ. പിന്നെ ഈ വയസ്സുകാലത്ത് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മൾക്കൊരു അരച്ചായ കുടിക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ തന്നെ എന്തെങ്കിലും വേണം മോനെ. എന്നാ പിന്നെ നമ്മളിറങ്ങട്ടെ. മോനെ റഫീഖേ, സലാങ്ക വേ കേറി. മോനെ ഇനിയുള്ള വെള്ളം കിട്ടും. ആയിക്കോട്ടെ, നിങ്ങൾ ഇരുന്നോളി, ഞാൻ വെള്ളം എടുക്കാം. എന്താ സലാങ്ക വെള്ളം? എന്താ സലാങ്ക ഇന്നിപ്പോ കുറച്ച് ക്ഷീണത്തിലാണല്ലോ? ഒന്നും പറയണ്ട മോനെ, വയ്യാണ്ടായി. കാലമായില്ലേ, ഓട്ടം തുടങ്ങിയിട്ട്. എന്നാ പിന്നെ ഇതൊക്കെ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇനിയുള്ള കാലം വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരുന്നൂടെ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മോനെ, ഓളൊക്കെ ഒരു വൈക്കാക്കണ്ടേ. അതിനെപ്പറ്റി ഇപ്പൊ നിങ്ങൾ ബേജാറാകണ്ടല്ലോ സലാംക്ക. മുനീറുണ്ടല്ലേ നിങ്ങൾക്ക്, ഓൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നിലയിലാണല്ലോ. അപ്പൊ ആകെ ഒരു പെങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ ഓളെ കാര്യം ഓനങ്ങ് നോക്കിയോളല്ലോ. ഓൻ നോക്കായിട്ടല്ല മോനെ, ഓൻ നോക്കൂ. എന്നാലും ഒരു ബാപ്പ എന്നുള്ള നിലക്ക് എൻ്റെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അല്ല, നോക്കിപ്പോ ഏതെങ്കിലും ആലോചന നോക്കുന്നുണ്ടോ? ഏതെങ്കിലും വരുന്നുണ്ടോ? ഇന്നിപ്പോ ഒരു കൂട്ടർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരിപ്പം വന്നു പോയാലറിയാം. പിന്നെല്ലാം പഠിച്ചോന്റെ കൃപ പോലെ. നടക്കും സലാംക്ക. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. Hi, Papa. Hi, ice cream. Uppa, Papa, Anne. മോനെ, നമ്മളെ സിഎംഒക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. കേട്ടെടുത്തോളം ഒരു നല്ലൊരു കുടുംബമാണ്. ഓനെന്താ ജോലി? ഓന്റെ പുര മുക്കത്താണ്.
ഗൾഫിലെന്തോ നല്ല ജോലിയാണെന്നാ കേട്ടത്. എന്നാ പിന്നെ അതങ്ങ് നടത്താൻ നോക്കി. മോനെ, ഓരിപ്പോ ഒന്നും ചോദിച്ചില്ലെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ? നമ്മക്കിപ്പോ ഓളൊരുത്തിയല്ലേ ഉള്ളൂ. അതൊക്കെ ശരിയാ, അതിന് മാത്രം നിങ്ങൾ പേടോ കണ്ടിച്ചോ. അല്ല മോനെ, അതിന് ഇനി എന്തെങ്കിലും ഒരു ബൈ കാണൂലേ? ഞാനെന്ത് വഴി കാണാനാ? മോള് വളർന്നു തരാന്നോ മോളെ കെട്ടിക്കണമെന്നോ കാലം നിങ്ങൾക്ക് ഓർമ്മയില്ലേനോ? മനുഷ്യനല്ലേ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളായി നിൽക്കുക, അതിൻ്റെ അടുക്കാണിത്. മോനെ, പാപ്പന്റെ എല്ലാ സമ്പാദ്യവും വിറ്റിട്ടാണ് 8 കൊല്ലം മുമ്പ് അന്നെ ഞാൻ ഗൾഫിലേക്ക് പറഞ്ഞയച്ചത്. അതിൽ നിന്നുണ്ടായതാണ് ഈ കാണുന്ന എല്ലാം. അതിന് മറക്കണ്ട. മോനെ, എനിക്കും പഠിച്ചോ തന്നത് ഒരു മോളാ. കുറച്ചു നാൾ കഴിയുമ്പോ ഈ ബാപ്പാന്റെ സ്ഥാനത്ത് നീ വരും. അന്നേ എനിക്ക് ഇതിന്റെ വേദന മനസ്സിലാവും.